നാട്ടിൽ നിയമം നടപ്പാക്കേണ്ടതും ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതും പോലീസുകാരാണ്. നിയമത്തിന്റെ കാവലാളാകേണ്ട പോലീസുകാർ കുറ്റം ചെയ്താൽ അവർക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഔദ്യോഗിക പദവി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മറയാക്കുന്നവരുണ്ട്. അവർക്കെതിരെ നിയമ നടപടി മാത്രം പോരാ, വകുപ്പ് തലത്തിലും നടപടി സ്വീകരിക്കണം. പക്ഷെ ഇവിടെ അധികാരമുള്ളവർ ഒരു നിയമവും സാധാരണക്കാരന് മറ്റൊരു നിയമവും എന്ന സ്ഥിതിയാണെങ്കിലോ? ബസ്സിൽ വെച്ച് പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ ഒരു പോലീസുകാരനെതിരെ പരാതി നൽകിയിട്ടും അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ സ്വീകരിച്ചത്. സംഭവം വിവാദമായതോടെ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. മുൻമന്ത്രി ശിവൻകുട്ടിയുടെ ഗൺമാനായിരുന്ന പ്രജീഷിനെതിരെയാണ് നടപടി. സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് സസ്പെൻഷൻ. ഉന്നത രാഷ്ട്രീയ നേതാക്കൾ സംഭവം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിജയിച്ചില്ല. ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തുന്ന വീഡിയോ സഹിതം പ്രചരിച്ചിട്ടും നടപടി വൈകിയതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. ഇന്നാണ് സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയത്. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഇവിടെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു പൗരന് സംരക്ഷണം ഉറപ്പാക്കേണ്ട, സുരക്ഷ ഉറപ്പാക്കേണ്ടവരാണ് പോലീസുകാർ. അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് ഒരു പെൺകുട്ടിക്ക് നേരെ ബസ്സിൽ വെച്ച്, ഒരു പൊതുസ്ഥലത്ത് വെച്ച് ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. പക്ഷേ സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നു, രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി, ഒടുവിൽ സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട്. എന്നാണ് ഈ കേസിനാസ്പദമായ സംഭവം? ഇതുമായി ബന്ധപ്പെട്ട് ആരാണ് ഇയാളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഇടപെടലുകൾ നടത്തിയത്? സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടോ? മറ്റ് തുടർ നടപടികൾ എങ്ങനെയാണ്? ടോം, കഴിഞ്ഞ മാസം 18-ാം തീയതിയായിരുന്നു ഈ സസ്പെൻഷന് അടിസ്ഥാനമായ സംഭവം നടന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മെഡിക്കൽ കോളേജ് വഴി കല്ലറയിലേക്ക് പോകുന്ന ബസ്സിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഏറ്റവും പിറകിലത്തെ സീറ്റിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ഇരുന്നത്. അതിന് തൊട്ട് മുന്നിലെ സീറ്റിൽ ഈ പെൺകുട്ടിയും ഇരിക്കുകയായിരുന്നു. പലതവണ ഇയാൾ ഈ സീറ്റിന് സൈഡിലൂടെ പെൺകുട്ടിയെ സ്പർശിക്കാനുള്ള ശ്രമം നടത്തി. ഏറ്റവും ഒടുവിൽ അത് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു. കുട്ടി ആ ദൃശ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, കുറേ നേരമായി താങ്കൾ ഇത് തുടങ്ങിയല്ലോ എന്ന കാര്യം ആ വീഡിയോയിൽ തന്നെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഈ കുട്ടി ഇത് സ്റ്റാറ്റസായി ഇടുകയായിരുന്നു മൊബൈലിൽ. അതോടുകൂടിയാണ് ഈ പുറത്ത് ഈ വിവരം അറിഞ്ഞത്. ഈ ദൃശ്യങ്ങൾ വന്നതോടുകൂടി തന്നെ ഇത് പോലീസുകാരനാണെന്ന് ചിലർ തിരിച്ചറിഞ്ഞു. മാത്രമല്ല, ഈ പോലീസുകാരൻ കഴിഞ്ഞ മന്ത്രിസഭയിൽ ശിവൻകുട്ടിയുടെ ഗൺമാനായിരുന്നു. മന്ത്രി ശിവൻകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനാണ്. അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിയിരുന്ന പോലീസുകാരനാണ് പ്രജീഷാണ് എന്ന കാര്യം ഇത് തിരിച്ചറിഞ്ഞു. എന്നാൽ പെൺകുട്ടി പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികളിലേക്ക് പോയിരുന്നില്ല. അതേസമയം പോലീസ് തന്നെ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇത് പിന്നീട് വാർത്തയായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. അങ്ങനെ അസിസ്റ്റന്റ് കമാൻഡന്റ്, ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ SIPയുടെ ഭാഗമായിരുന്നു. മന്ത്രി ശിവൻകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നതിന് ശേഷം അവിടെ നിന്ന് ഈ മന്ത്രിസഭ മാറിയതോടുകൂടി തന്നെ SIPയിലേക്ക് മടങ്ങി. അതാണ് മാതൃ യൂണിറ്റ്. ആ യൂണിറ്റിലേക്ക് മടങ്ങിയിരുന്നു. അവിടെ അസിസ്റ്റന്റ് കമാൻഡാണ് ഈ അന്വേഷണം നടത്തിയത്. അന്വേഷണത്തിൽ ഇത് സേനയ്ക്ക് അവമതി ഉണ്ടാക്കുന്ന, സേനയ്ക്ക് മാനക്കേടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തുടർ നടപടികൾ കൂടിയുണ്ട്. വാച്യമായ ഒരു മറുപടി ഈ പോലീസ് ഉദ്യോഗസ്ഥന് നൽകാനുള്ള സമയമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുറ്റാരോപണ പത്രിക അത് 15 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് ഈ തുടർന്നുള്ള അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനോട് ഈ സസ്പെൻഷൻ ഉത്തരവിൽ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ PR മിനിറ്റ്സും അനുബന്ധ രേഖകളും ഹാജരാക്കണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു പോലീസുകാരൻ വെറുമൊരു പോലീസുകാരൻ എന്നതിനപ്പുറത്തേക്ക് 5 വർഷം മന്ത്രിയുടെ ഗൺമാനായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടായത്. ബസ്സിനുള്ളിൽ ഒരു ലൈംഗിക അതിക്രമ പരാതി ഉയർന്നു വന്നത്. ആ പെൺകുട്ടി തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയതും അത് പുറത്തുവിട്ടതും. ഈ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് അറിഞ്ഞതോടുകൂടി അതിന്മേൽ വകുപ്പ് തന്നെ, പോലീസ് സേന തന്നെ ഒരു അന്വേഷണത്തിന് തയ്യാറാവുകയായിരുന്നു. ടോം, തീർച്ചയായും
മുൻ മന്ത്രിയുടെ ഗൺമാൻ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, സംഘടനാ സ്വാധീനമുണ്ട്. ആരാണ് ഇയാൾക്ക് വേണ്ടി ഇടപെട്ടതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? മാത്രമല്ല, ഇവിടെ UDF സർക്കാരാണ് അധികാരത്തിലുള്ളത്. ഒരു ഇടത് സർക്കാരിന്റെ കാലത്ത് അന്നത്തെ മന്ത്രിയുടെ ഗൺമാനായിരുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പോലും ഇടപെടൽ ഉണ്ടാകില്ലേ വിനോദ്? ടോം, സ്വാഭാവികമായ ചില കാലതാമസം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ പെൺകുട്ടി പരാതിപ്പെട്ടിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരാതിപ്പെട്ടതായി ഇതുവരെ നമുക്ക് അറിവില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് പോലീസുകാർ അവരെ ബന്ധപ്പെട്ടിരിക്കാം. അല്ലാതെ അവർ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ട ആ സമയത്ത് അവർ പരാതി നൽകിയതായ വിവരമില്ല. പക്ഷേ ഈ ദൃശ്യങ്ങൾ വാർത്തയാവുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന കാര്യം തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ 18-ന് നടന്ന സംഭവമാണ്. കഴിഞ്ഞ മാസം 18-നാണ് ഈ സംഭവം നടക്കുന്നത്. ഇടത് സംഘടനയുടെ ഒരു സംരക്ഷണം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ സർക്കാർ മാറിയ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിന് വലിയ തോതിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ പോലീസ് അസോസിയേഷനുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസുകളും മറ്റും അറിയാം. അസോസിയേഷൻ തന്നെ പിരിച്ചുവിടുന്ന നിലയിലേക്കാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അസോസിയേഷന് ഈ പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ ഏതെങ്കിലും പരിധി വിട്ടുള്ളൊരു സംരക്ഷണം നൽകാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല നിലനിൽക്കുന്നത്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഈ നടപടി ഇപ്പോൾ വേഗത്തിലുണ്ടായതും. ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഇങ്ങനൊരു നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ചിലരെങ്കിലും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഒരു വലിയ കാലതാമസം എന്ന് പറയാൻ കഴിയില്ല. കാരണം പോലീസ് തന്നെ ഒരു താല്പര്യമെടുത്ത് അന്വേഷിക്കുന്ന കേസാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ വളരെ സ്പഷ്ടമാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സമീപനം അത് സേനയ്ക്ക് കളങ്കമുണ്ടാക്കി എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു ലൈംഗിക അതിക്രമം ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നത് തന്നെയാണ്. ആ കാര്യങ്ങൾ തന്നെയാണ് ഈ ഉത്തരവിൽ കൃത്യമായും പറയുന്നത്. ഈ ബസ് സഞ്ചരിച്ച കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വഴി കല്ലറയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിൽ അതിൽ തമ്പാനൂരിൽ നിന്നാണ് ഈ ഉദ്യോഗസ്ഥൻ കയറുന്നത്. ബസ്സിൻ്റെ വലതുവശത്തെ ഏറ്റവും പിറകിലെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യവേ ഉദ്യോഗസ്ഥൻ്റെ മുന്നിലിരുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ ദുഷ്ടലാക്കോട സ്പർശിച്ചതായും സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഈ അനിഷ്ട സംഭവം പെൺകുട്ടി തൻ്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തിയതും തുടർന്ന് ദൃശ്യമാധ്യമങ്ങളിൽ പ്രസ്തുത സംഭവം വാർത്തയായി സംപ്രേഷണം ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഉത്തരവിൽ പെൺകുട്ടി പരാതി നൽകിയതായി പറയുന്നില്ല. അതേസമയം ഈ വിഷയത്തിൽ SAP അസിസ്റ്റന്റ് കമാൻഡർ SAPയിലാണ് ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനുള്ളത്. അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിച്ചതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് അച്ചടക്കം, സേനയിലെ ഒരു അംഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അച്ചടക്ക ലംഘനം ഉണ്ടായതായി, അതോടൊപ്പം തന്നെ സേനയുടെ അന്തസ്സിന് നിരക്കാത്ത തരത്തിലുള്ളതും ഗുരുതരവുമായ ഒരു പ്രവർത്തനവും പെരുമാറ്റവുമാണ് ഉണ്ടായതായും ഈ പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടു എന്ന കാര്യം ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അച്ചടക്കം പരമപ്രധാനമായി കണക്കാക്കപ്പെടുന്ന പോലീസ് സേനയിലെ അംഗത്തിൻ്റെ ഭാഗത്തു നിന്ന് പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ദുരനുഭവമുണ്ടായത് സമൂഹത്തിന് മുന്നിൽ പോലീസ് സേനയ്ക്ക് അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ അച്ചടക്ക ലംഘനവും പെരുമാറ്റ ദൂഷ്യവും ഉണ്ടായതായി ബോധ്യപ്പെട്ടതിനാൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നത്. ടോം, വ്യക്തമാണ്. VV വിനോദാണ് വിവരങ്ങൾ നൽകി. അങ്ങേറ്റം ലജ്ജാകരമായിട്ടുള്ള സംഭവമാണ്. പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയൊരു സംഭവമാണ്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.